ആശങ്കയൊഴിയാതെ നാഗ്പൂരിൽ അറസ്റ്റ് ചെയ്ത വൈദികനും ഭാര്യയും. വധഭീഷണിയുണ്ടെന്നും മാനുഷികമായ പരിഗണന പോലും പോലീസിൽ നിന്ന് ലഭിച്ചില്ലെന്നും ഫാദർ സുധീർ ജോൺ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ജന്മദിനാഘോഷത്തിനിടെ ക്രിസ്മസ് ഗാനം വെച്ചതാണ് പ്രകോപനത്തിന് കാരണം. ആക്രമണത്തിന് MLA-യുടെ ഒത്താശയുണ്ടെന്നും ഫാദർ സുധീർ ആരോപിച്ചു. കേൾക്കാം. ലോനി എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള ആളുകളാണ് അവിടെ വന്നിട്ട് ഒരു ഫാമിലി എന്തോ അവർ അറ്റാച്ച് ചെയ്തിട്ട് ഭീകരമായൊരു പ്രശ്നം ഉണ്ടാക്കിയത്. പോലീസിനെ കൂടെ ആ തക്ക സമയത്ത് കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ടാണ് അടിയിട്ടാതെ രക്ഷപ്പെട്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇതിലും പുറകിൽ നിന്ന് ആരൊക്കെ ചവിട്ടുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മുടെ വിശ്വാസികൾ നമ്മുടെ വിശ്വാസവുമായിട്ട് ചേർന്ന് നിൽക്കുകയും നമ്മുടെ സംവിധാനത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. അവരുടെ ഇടയിൽ അവർക്ക് ആരാധന നടത്തേണ്ട ചുമതല നമുക്കുണ്ട് എന്നുള്ളതാണ്. ഞങ്ങളുടെ വിശ്വാസം ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ക്രിസ്മസ് പാട്ടുകൾ പാടാം. പോലീസ് പറഞ്ഞൊരു കാര്യമാണ് കേസക്ക് ധരിച്ചു എന്നുള്ളത്. സ്ഥാനവസ്ത്രം ധരിച്ചു. ഞാൻ ചോദിക്കുന്നത് എപ്പോൾ മുതലാണ് സ്ഥാനവസ്ത്രം ധരിക്കാൻ പാടില്ല? ഭാരതദേശത്തിൽ സ്ഥാനവസ്ത്രം വിശ്വാസിയുടെ മുമ്പിൽ പോലും ധരിക്കാൻ പാടില്ല എന്നുള്ള അവസ്ഥ എന്ന് മുതലാണ് വന്നത് എന്നൊന്ന് പറഞ്ഞു തന്നാൽ അറിയാം. വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അലി അക്ബർ ഷായുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അലി അക്ബർ ഷാ ഇപ്പോഴുള്ളത് നാഗ്പൂരിൽ ഈ ഗ്രാമത്തിലാണ് ഉള്ളത്. അലി അക്ബർ ഷാ, നമ്മൾ ഈ പുരോഹിതനോട് സംസാരിക്കുമ്പോഴും ഗ്രാമവാസികളോട് സംസാരിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ചിത്രം എന്താണ്? ഒരു ക്രിസ്മസ് ഗാനം വെച്ചതിന്, ക്രിസ്മസ് ആഘോഷിക്കാൻ പോയതിന്, അതിന്റെ പ്രാർത്ഥന ചൊല്ലാൻ പോയതിനാണ് ഒരു വൈദികനും കുടുംബത്തിനുമെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ജാമ്യത്തിൽ വിട്ടതുകൊണ്ട് ഇപ്പോൾ പുറത്തിറങ്ങാൻ സാധിച്ചു. എന്താണ് വൈദികനും ഒപ്പം തന്നെ നാട്ടുകാരും ഒക്കെ പറയുന്നത് അലി അക്ബർ ഷാ? അരുൺകുമാർ ഈ പറഞ്ഞതുപോലെ ഈ ഫാദർ സുധീറും അതുപോലെ കുടുംബവും അറസ്റ്റിലാകുന്നത് എന്ത് കാരണത്താലാണ് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്. ഒരു സുഹൃത്തിന്റെ പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് ഈ ഗ്രാമത്തിലേക്ക് ഫാദർ സുധീറും ഭാര്യ ജാസ്മിനും ഉൾപ്പെടെയുള്ള കുടുംബം എത്തുന്നത്. സ്വാഭാവികമായും ക്രിസ്മസിന്റെ സമയമായതുകൊണ്ട് തന്നെ അവിടെ ക്രിസ്മസ് ഗാനം വെച്ചിരുന്നു. അതുപോലെ CSI വിഭാഗത്തിലെ പുരോഹിതനാണ് ഫാദർ സുധീർ. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന, ക്രിസ്മസുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പൗരോഹിത വേഷം ധരിച്ചിരുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യം എന്ന നിലയിൽ പോലീസ് ഈ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഈ നിലയിൽ ഈ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കെ ഈ ക്രിസ്മസ് ഗാനം അവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബജറംഗ് പ്രവർത്തകർ അവിടേക്ക് ഇരച്ചെത്തുന്നതും. ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ഫാദർ സുധീറിനെ അവിടെ നിന്നും ഷർട്ടിന്റെ കോളറിനെ പിടിച്ച് പോലീസുകാർ തൂക്കിയെടുത്തു എന്ന് സുധീർ പറയുന്നുണ്ട്. പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ശേഷം ഇവരുടെ വിശ്വാസ വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കാൻ വന്നപ്പോൾ അവരെ കൂടി പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി എന്നതാണ്. സുധീർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: വിശ്വാസികൾക്ക് മുന്നിൽ പൗരോഹിത വേഷം ഇടാൻ പാടില്ല എന്ന നിയമം നമ്മുടെ രാജ്യത്ത് എവിടെയാണ്? അല്ല എങ്കിൽ ക്രിസ്മസ് ഗാനം വെച്ചു എന്നതുകൊണ്ട് അതിന്റെ പേരിൽ നിർബന്ധിത മതപരിവർത്തനം എന്ന ഗുരുതരമായ ആരോപണം തനിക്ക് മേൽ ഉന്നയിക്കുന്നത് എങ്ങനെയാണ്? ഈ ചോദ്യമാണ് ഏറ്റവും പ്രധാനമായും ഫാദർ സുധീർ ഉന്നയിക്കുന്നത്. സുധീർ പറഞ്ഞു വെക്കുന്ന കാര്യം, ഈ ബജറംഗ് ദൾ പ്രവർത്തകർ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്ത് എന്ന് അന്വേഷിക്കുക കൂടി ചെയ്യാതെ പോലീസ് എങ്ങനെയാണ് തങ്ങൾക്ക് നേരെ ഇത്രയും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നതാണ്. അതായത് ഈ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട്, വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ട് ചിലർ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ സത്യാവസ്ഥ പോലും പരിശോധിക്കാതെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് പോലീസ് എന്നും സുധീർ പറഞ്ഞു വെക്കുന്നുണ്ട്. സമാനമായ അനുഭവം നിരവധി പ്രദേശങ്ങളിൽ ഈ പരിസരങ്ങളിലെല്ലാം തന്നെ ക്രൈസ്തവ പുരോഹിതന്മാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നേരത്തെയും സമാനമായ രീതിയിൽ തനിക്ക് പിന്നാലെ വടികൊണ്ട് ആളുകൾ അടിച്ചോടിക്കാൻ ശ്രമിക്കുന്ന അനുഭവം പോലും തനിക്ക് ഉണ്ടായിരുന്നുവെന്നും സുധീർ പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായും അവരുടേതായ പ്രാർത്ഥനാ ഇടങ്ങളിൽ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ അല്ലെങ്കിൽ വിശ്വാസി സമൂഹത്തിനിടയിൽ തങ്ങളുടെ മതം പ്രചരിപ്പിക്കാൻ എന്ത് തടസ്സമാണ് ഈ രാജ്യത്തുള്ളത് എന്ന ചോദ്യമാണ് ഇവിടെ ഏറ്റവും പ്രധാനമായും ഉയരുന്നത്. ഇത് കൃത്യമായ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. സംഘപരിവാറിന്റെ ഇടപെടൽ തന്നെയാണ് ഇത്തരത്തിൽ തുടർച്ചയായ അക്രമങ്ങൾക്ക് കാരണമാകുന്നതെന്നും സുധീർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും വളരെ ശക്തമായ ജാമ്യ വ്യവസ്ഥകളോടുകൂടി തന്നെയാണ് സുധീറിനും കുടുംബത്തിനും ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകേണ്ടതുണ്ട്. ആ നിലയിലുള്ള ഉപാധികൾ വെച്ചുകൊണ്ടാണ് സുധീറിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 13-ാം തീയതി കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുകയാണ്. എന്തായാലും ജാമ്യം ലഭിച്ചു എന്ന് പറയുമ്പോഴും തന്റെ 9 വയസ്സുള്ള മകളുടെ മുന്നിൽ നിന്നാണ് ഇത്രയും ക്രൂരമായി തന്നെ ആക്രമിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോയതെന്ന് സുധീർ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ കുട്ടിയുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. പേടിച്ചു പോയി എന്ന കുഞ്ഞ്, 9 വയസ്സുള്ള അനുഗ്രഹ എന്ന കുഞ്ഞ് രാവിലെ നമ്മളോട് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഈ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ട്. CSI വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു. അതിനുശേഷമാണ് മറ്റു പലയിടങ്ങളിൽ നിന്നും പ്രതികരണം ഉയരുന്നതും പിന്നീട് ഈ വിഷയം വലിയ മാധ്യമ ശ്രദ്ധ നേടുന്നതും പിന്നീട് ഒടുക്കം കോടതി ഇവർക്ക് ജാമ്യം അനുവദിക്കുന്നതും. എന്തായാലും വലിയൊരു ആശങ്ക, അരക്ഷിതാവസ്ഥ തുടരുകയാണ് ക്രൈസ്തവ പുരോഹിതന്മാർക്കിടയിൽ നിലവിൽ നടക്കുന്ന ഈ നടപടികളിൽ. അരുൺ, താങ്ക് യു. അലി അക്ബർ ഷായാണ് അമരാവതിയിൽ നിന്നും തത്സമയം വിവരങ്ങൾ നൽകുന്നതും വൈദികന്റെ പ്രതികരണം തേടിയതും.